എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കൂർക്ക മെഴുക്കുവരട്ടിയാണ്. വളരെ സിമ്പിളാണ് ഈ ഒരു പാചക രീതി, എങ്കിലും കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. കൂർക്കയിലേക്ക് കൊച്ചുള്ളി ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് ഈ ഒരു മെഴുക്കുവരട്ടിയുടെ സ്വാദ് കൂടുതൽ കിട്ടുന്നതും. നമ്മുടെ നാട്ടിലിപ്പോൾ കൂർക്ക സീസൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഒരു സീസൺ തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് ഇതിന്റെ സ്വാദ് വളരെ തന്നെ കൂടുതലായിട്ട് കിട്ടുന്നതും. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് കൂർക്ക മെഴുക്കുവരട്ടി വളരെ സ്വാദിഷ്ടമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് കൂർക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1/2 കിലോ കൂർക്ക തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുവാണ്. കൂർക്ക കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ ഇതിൽ നിന്നും കറയിളകാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇനി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മെഴുക്കുവരട്ടി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 15 കൊച്ചുള്ളി നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഈ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മെഴുക്കുവരട്ടിയൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് തരിക. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിലെ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2-3 വറ്റൽ മുളക് കൂടി ചേർക്കാം. വറ്റൽ മുളകിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. കടുകും കറിവേപ്പിലേക്ക് നല്ലോണം തന്നെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ കാണിച്ച 15 കൊച്ചുള്ളി ചതച്ചത് ചേർക്കാം. തന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർക്കാം. ഇതിന്റെ മേലെയായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കൂർക്ക കൂടെ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. ഞാൻ ഈ മെഴുക്കുപുരട്ടിയിലേക്ക് മുളക് പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് പച്ചമുളക് എരിവിന് ആവശ്യമായതാണ് ചേർത്തിട്ടുള്ളത്. നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ മേലെയായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. കൂർക്കയ്ക്ക് അധികം വേവില്ലാത്തത് കൊണ്ട് നമുക്കിതിലേക്ക് വെള്ളമൊന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൂടെ കൊടുത്താൽ മാത്രം മതിയാകും. നമുക്ക് ഈ കൂർക്ക വളരെ എളുപ്പത്തിൽ തന്നെ വേവിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അടിയിൽ പിടിക്കാതെ വെന്ത് കിട്ടുന്നതിനായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. നമ്മുടെ കൂർക്കയിൽ ധാരാളം വെള്ളമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതും നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതും. നല്ലോണം വെള്ളമെല്ലാം വന്നു തുടങ്ങിയ സമയത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് വീണ്ടും മൂടിയടച്ച് തന്നെ വേവിച്ചെടുക്കും. ചെറിയ തീയിൽ വെച്ച് കൂർക്ക വേവിച്ചെടുക്കുമ്പോൾ ഇതിൽ നിന്നും ധാരാളം വെള്ളമെല്ലാം ഇറങ്ങി വരും. ആ ഒരു വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കൂർക്ക വേവിക്കാൻ വെച്ച് കൊടുത്തിട്ട് ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. 7 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ കൂർക്ക ഇവിടെ നല്ല പോലെ തന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ മുരിയിച്ച് ചെയ്തെടുക്കാനാണ് താല്പര്യമെങ്കിൽ ഒന്നുകൂടെ മുരിയിച്ചൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാകത്തിലാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നതും. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള കൂർക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു ഈസി മെഴുക്കുവരട്ടി കഴിക്കാൻ നല്ല സ്വാദാണ്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പവുമാണ്. ഇപ്പോൾ കൂർക്ക സീസണായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സീസണിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കണേ. എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദാണ്. ഇതുവരെയും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മെഴുക്കുപുരട്ടിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇനിയിപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തന്ന ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.